ടൈം. വാർത്തകളുടെ ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം തിരക്കുകളുടെ ലോകമാണ്. പക്ഷേ ഓണം വരുമ്പോൾ ആ തിരക്കുകൾക്കിടയിലും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില നല്ല നല്ല ഓർമ്മകളുണ്ടല്ലേ? ചില മുഖങ്ങളുണ്ട്, ചില ആഘോഷങ്ങളുണ്ട്. യെസ്, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം ആണ്. കൂടെയുള്ളത് ഞാൻ RJ രേഷ്മയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ആരാണ് അതിഥി എന്നറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ? തുടക്കം കേട്ടപ്പോൾ ഏകദേശം ഒക്കെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകയാണ്. റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയ പ്രമുഖ വാർത്താ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുകയും ഇന്ന് 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററും ന്യൂസ് ആങ്കറുമായ അനുജ രാജേഷ് മാം ആണ് ഇന്നത്തെ ഓണം സ്പെഷ്യൽ ടോക്ക് ടൈമിൽ നമ്മളോടൊപ്പം ചേരുന്നത്. പത്രപ്രവർത്തന ജീവിതത്തിലെ അനുഭവങ്ങൾക്കൊപ്പം ഓണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഓർമ്മകളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ, ഹായ് രേഷ്മ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, നന്നായി പോകുന്നു. സുഖാണെന്ന് ആ ഒരു ചിരിയിൽ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഒരു പോസിറ്റീവ് ഫീൽ ആണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ഇപ്പൊ അറിയേണ്ടത് എന്തൊക്കെയാണ് ഓണവിശേഷം എന്നാണ്. ഓണവിശേഷം എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ അറിയാലോ, ചാനലില് ഓണം എന്ന് പറഞ്ഞാലും വാർത്തയാണ്, വാർത്തകളുടെ ഓണം. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. നമ്മളെപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. നമ്മളെപ്പോഴും അവിടെയാണ്. നമുക്ക് ഓണാഘോഷമൊന്നുമില്ല, അതെല്ലാ വർഷവും അങ്ങനെയാണ്. ചാനൽ മുറിയിലുള്ള ഓണാഘോഷം, സദ്യ, ഇതൊക്കെ തന്നെയാണ്. അപ്പോഴും വാർത്ത തന്നെയാണ് പ്രധാനം, വാർത്താപ്പൂക്കളം. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുകയാണേ, 24 ഇങ്ങനെ വന്നു കഴിയുമ്പോൾ 24 എന്ന് പറയുന്ന ചാനൽ ആക്ച്വലി എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് കൊണ്ടുവന്നൊരു ചാനലാണ് അല്ലെ? നമ്മൾ അതുവരെ കണ്ടുകൊണ്ടിരുന്ന ന്യൂസ് ചാനലുകളായിക്കോട്ടെ, അവതരണ ശൈലി ആയിക്കോട്ടെ, ഒരുപാട് മാറ്റം വന്ന ക്രിയേറ്റീവ് ശൈലിയായിരുന്നു 24 എന്ന് പറയുന്നത്. ഇപ്പൊ ഓണം വരികയാണ്, അല്ലെങ്കിൽ ക്രിസ്മസ് വരികയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്സവം പോലെ അതങ്ങ് ആഘോഷമാക്കും ആ ഒരു ന്യൂസ് റൂം. എങ്ങനെ ആ ഒരു ടീമിൽ പങ്കുചേരുമ്പോ എന്താ തോന്നുക ആ ഒരു ആഘോഷത്തില്? രേഷ്മ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നാണ് 24. നടന്നുകൊണ്ടും നിന്നുകൊണ്ടും കാപ്പി കപ്പ് കയ്യിൽ പിടിച്ച് മുണ്ടെടുത്ത് SKNന്റെ മോർണിംഗ് വാർത്താ അവതരണം, പിന്നെ ഈ യൂട്യൂബിൽ പ്രേക്ഷകരുടെ കമന്റ് വായിക്കുക, ഇതൊക്കെ തുടക്കം കുറിച്ചത് 24ലാണ്. അത് പിന്നീട് മറ്റെല്ലാ ചാനലുകളും അതിന്റെ പിറകെ പോകുന്നു, പിന്നാലെ പോകുന്നു. അങ്ങനെ ഒരു ചരിത്രം കുറിച്ച സ്ഥാപനമാണ് 24 എന്നൊരു അഭിമാനമുണ്ട്. ഒരുപാട് പുതുമകളൊക്കെ കൊണ്ടുവന്നു. അപ്പം ഈ ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും നമ്മളൊക്കെ ചാനൽ ഫ്ലോറിലാണ് ആ ദിവസം. അപ്പോൾ ഓണത്തിനൊക്കെ എല്ലാ വർഷവും നമ്മൾ SKNനൊപ്പം എന്നുള്ളതാണ്. മനസ്സിലായോ? SKNനൊപ്പം ആങ്കർമാരൊക്കെ കൂടി നമ്മൾ ഇങ്ങനെ ചുറ്റും നിന്ന് വാർത്തയും അതിനിടയ്ക്ക് പ്രേക്ഷകരെ അറിയിക്കും. കൂടാതെ നമ്മൾ വളരെ ജോവിയലായിട്ട് നിന്നിട്ട് ചിലർ പാട്ട് പാടും, ചിലരെന്തെങ്കിലും മറ്റെന്തെങ്കിലും ടാലന്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അവതരിപ്പിക്കും. അങ്ങനെയൊക്കെ ഒരു വേറൊരു മൂഡ് നമ്മളുടെ ആ വാർത്താമുറിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്യും. മുമ്പൊക്കെ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. ഈ സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന മാത്രമായിരുന്നു, ഭയങ്കര സീരിയസ് ആണ്. ഇപ്പോൾ ആങ്കേഴ്സിനൊക്കെ മറ്റു പല കഴിവുകളൊക്കെ ഉള്ള ആങ്കർമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാനും അതിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ 24 അത് SKN തന്നെയാണ് അതിനൊക്കെ എല്ലാം മുൻകൈ എടുത്തത്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ നമ്മൾ അങ്ങനെ ഓണം ആഘോഷങ്ങളൊക്കെ നമ്മൾ ആ രീതിയിൽ മാറ്റും. ചാനൽ ഫ്ലോറിലാണെങ്കിലും മറ്റൊരു രീതിയിലേക്ക് ആക്കിയിട്ട് നമ്മളുടെ ആഘോഷം കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ആവാനായിട്ട് ശ്രമിക്കുക എല്ലാ പ്രാവശ്യവും അല്ലേ? അതെ, എല്ലാ തവണയും വെറൈറ്റി ആവാൻ ശ്രമിക്കും. അപ്പോൾ അത് ബാക്കിയുള്ള ചാനലുകളും അതൊക്കെ നോക്കി പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അതേ പാറ്റേൺ അപ്പുറത്ത് കാണാൻ കഴിയാറുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു ഐഡിയ എല്ലാവരും ഏറ്റെടുത്തു എന്ന ആ ഒരു കാര്യം കൊണ്ട് മനസ്സിലാവും. എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളിടത്താണ് 24ന്റെ ഒരു വിജയം. ഓക്കെ, ദേ ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം തുടരും. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ 90 FM, വോയിസ് ഓഫ് അമൽ ജ്യോതി. ഇത് അറിവിന്റെ ആഘോഷം. ടോക്ക് ടൈം. വെൽക്കം ബാക്ക് ഓൺ ടോക്ക് ടൈം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം ആണ് വിത്ത് മീ RJ രേഷ്മ. നമ്മുടെ കൂടെയുള്ളത് വാർത്തകളുടെ ലോകത്ത് നമ്മളെല്ലാം ദിവസവും കാണുന്ന ഒരു പരിചിത മുഖമാണ് 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററും ന്യൂസ് ആങ്കറുമായ അനുജ രാജേഷ് ആണ്. അതുപോലെ തന്നെ ഇപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ടാലൻസ് ഉള്ള ഒരുപാട് പേര് ആങ്കർമാരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഈ ക്രിയേറ്റിവിറ്റി ഒക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. പാട്ട് പാടുന്നവർ പാട്ട് പാടാറുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു വെക്കും, അതായത് നാളത്തെ നമ്മുടെ ഒരു മോർണിംഗ് പ്രോഗ്രാമില് ഇന്ന ആള് പാട്ട് പാടണം, ഇന്ന ആൾ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നതാണോ, അതോ സഡൻ ആയിട്ട് പെട്ടെന്ന് പറയുകയാണോ ഇന്നൊരു പാട്ടങ്ങ് പാടിക്കോ എന്ന്? സഡനാണ്, ഒന്നും പറയൂല, സഡനാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് പാട്ട് പാടാനുള്ളൊരു മൂഡില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതും പറയും. ഇപ്പൊ അല്ലെ കുറച്ച് കഴിഞ്ഞിട്ടാകാം, അങ്ങനെയൊക്കെ പറയും. അതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ ടാലന്റ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ഒന്നും പ്രിപ്പറേഷൻ ഇല്ല. നമ്മൾ ലൈവ് ന്യൂസിൽ എന്താണോ അതേപോലെ തന്നെയാണ്. പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ അപ്പൊ ഓരോന്നും ചെയ്യും, ചാടി ഇറങ്ങുക. അതെ അതെ അതെ.
അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ന്യൂസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ അല്ലെ, ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം പ്രിപ്പയർഡ് ആയിട്ട് കയറുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിരിക്കത്തില്ല അല്ലെ. സഡൻ ആയിട്ട് വരുന്ന മാറ്റങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും കൂടെ പഠിക്കണം. അങ്ങനെയാണോ? തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഇതിലുള്ള ഈ ജേർണി എന്ന് പറയുമ്പോൾ 26 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. രേഷ്മയ്ക്ക് അത്രയും വയസ്സുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്തായാലും എൻ്റെ ഒരു ഇപ്പൊ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഞാൻ 26 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഈ ഓഗസ്റ്റിൽ. ഞാൻ തുടങ്ങിയത് 2000-ലാണ്. അപ്പോൾ August 1 26 കഴിഞ്ഞപ്പോൾ 27 ഞാൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കണ്ടു, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. നമ്മൾ ദൂരദർശനിലൊക്കെ കണ്ടാണ് നമ്മൾ തുടങ്ങിയത്, ദൂരദർശൻ വാർത്തകൾ കണ്ട്. അപ്പൊ ഞാൻ ഏഷ്യാനെറ്റിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ ആ സമയത്തും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. നമ്മളിങ്ങനെ അനങ്ങാതെ വാർത്ത വായിക്കുന്നു, നമുക്ക് അനങ്ങുന്നതിന് പോലും റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒന്നും നമുക്ക് ഒരു തരത്തിലും ഒരു ഇതില്ല. ആ തരുന്ന നമ്മളുടെ മുമ്പിലുള്ള വാർത്ത എന്തോ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. തെറ്റുകൾ വരുത്തരുത്. ക്വാളിറ്റി ഉണ്ട്, അതിന്റെ ഒരു വ്യത്യാസമുണ്ട്. തെറ്റുകൾ വരുത്താതെ നമ്മൾ ആ ബുള്ളറ്റിൻ അവതരിപ്പിക്കുക എന്നുള്ളത് അതൊരു വലിയൊരു ടാസ്ക്കാണ് അന്ന്. അതൊക്കെ കഴിഞ്ഞിപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് നോക്കുമ്പോൾ പിന്നീട് പല 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 ഫേസസിലൂടെയാണ്. പിന്നെ നമ്മൾ ഒരുപാട് അന്നും ലൈവ് ബുള്ളറ്റിനാണ് വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ടർമാരുടെ ലൈവ് എന്നൊക്കെ ഉള്ളത് പിന്നീട് വന്നതാണ്. റിപ്പോർട്ടർമാരെ ടെലി വിളിക്കുക, പിന്നീട് ഇത് ലൈവായി. പിന്നീട് ഒരു സംഭവം ഉണ്ടായ തൊട്ടടുത്ത നിമിഷം നമ്മൾ ആ ലൈവ് കയറുകയാണ് അല്ലേ. ആ സ്ഥലത്ത് ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ടറും പിന്നെ ആ വിഷ്വലും കൂടെ ആയിട്ട് നമ്മൾ അപ്പം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ആ രീതിയിലേക്ക് മാറി. പിന്നെ അവതരണത്തിലുണ്ടായ മാറ്റം, കാഷ്വൽ ആയിട്ടൊക്കെ വാർത്ത അവതരിപ്പിക്കുന്നു. അപ്പൊ ഞാനിപ്പോഴും അത്ര കാഷ്വൽ ഒന്നും അല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇപ്പോഴും വാർത്ത കുറച്ച് സീരിയസ് അഫെയർ ആണോ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടും ഒക്കെ ചില വാർത്തകളൊക്കെ നമുക്ക് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ അവതരിപ്പിക്കാം. അതിനപ്പുറത്തേക്ക് സീരിയസ് ആയിട്ടൊക്കെ തന്നെ വാർത്തയൊക്കെ പറഞ്ഞ് വരുന്ന മാറ്റങ്ങളെയൊക്കെ എന്നാൽ കഴിയുന്ന വിധം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. കുട്ടിക്കാലം മുതൽക്കേ ജേർണലിസ്റ്റ് ആവുക എന്നൊരു ഡ്രീം ഉണ്ടായിരുന്നു, അതോ സഡൻ ആയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഡൈവേർട്ട് ആയി പോയതാണോ? എനിക്ക് പണ്ട് മുതലേ ഈ വാർത്തകളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതായത് പത്രം വായിക്കുക. വീട്ടിൽ ഞാൻ അങ്ങനെ ഒരു അന്തരീക്ഷം എനിക്കുണ്ടായിരുന്നു. അച്ഛനും അമ്മയും രണ്ടുപേരും പത്രം വായിക്കുന്നത് ഞാൻ കാണും സ്ഥിരമായിട്ട്. അവർ ഒരിക്കലും മുടക്കാറില്ല. അപ്പൊ വീട്ടിൽ 2 പത്രം, മാതൃഭൂമിയും ദ ഹിന്ദു, 2 പത്രം സ്ഥിരമായിട്ട് അച്ഛൻ വരുത്തും. കൂടാതെ ഈ ആഴ്ചപ്പതിപ്പ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്, അതൊക്കെ വീട്ടിലിങ്ങനെ. അപ്പം നമ്മൾ അത് വായിക്കണം എന്നുള്ളത് ഒരു മാൻഡേറ്ററി പോലെയാണ്. ഞാനും എൻ്റെ ചേച്ചിയാണ്, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പം നമ്മൾ അതേ രീതിയിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ വാർത്തയോട് എനിക്കൊരു താല്പര്യമുണ്ട്. പിന്നീട് ഇപ്പം അച്ഛനാണെങ്കിലും എപ്പോഴും ആകാശവാണി പ്രാദേശിക വാർത്തകൾ ഒക്കെ സ്ഥിരം കേൾക്കും. അപ്പം ഞാനും അത് കേൾക്കും. പിന്നീട് ദൂരദർശൻ വരുമ്പോൾ ദൂരദർശൻ ന്യൂസ്, അതൊക്കെ ഒരു വലിയൊരു അനുഭവമാണ്. ഇപ്പോഴും അതിങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഒരു കാലം, ദൂരദർശൻ വാർത്ത കാണാൻ കാത്തിരുന്നത്. അതുപോലെ ദൂരദർശനിലെ വേൾഡ് ദിസ് വീക്ക് എന്ന് പ്രണോയ് റോയുടെ പരിപാടി ഉണ്ടായിരുന്നു എല്ലാ ഫ്രൈഡേയും. ഇതൊക്കെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്നൊരു കാലമുണ്ട്. ദൂരദർശന്റെ ഇംഗ്ലീഷ് വാർത്ത കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന, എൻ്റെ ഓരോ ദിവസത്തെ ടൈം ടേബിൾ ഞാൻ ഇതിനു വേണ്ടി അനുസരിച്ച് മാറ്റി കാത്തിരുന്ന അങ്ങനത്തെയൊക്കെ ഒരു അതിന്റെ പഠനകാലമാണത്. അങ്ങനെയൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് ഇഷ്ടമാണോ എന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഇതിലേക്ക് ഇങ്ങനെ എത്തിച്ചേരാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഇതിൽ എനിക്ക് ജോലി കിട്ടുന്നു അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അത് തന്നെ പഠിക്കാൻ പോയി, ജേർണലിസത്തിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റും ഒക്കെ ഒരു കോൾ ഫോർ ചെയ്ത് ഏഷ്യാനെറ്റിന്റെ ഇത് കണ്ടപ്പോൾ ഞാൻ അതിൽ അപ്ലൈ ചെയ്തു, ടെസ്റ്റ് എഴുതി, ഇന്റർവ്യൂ കഴിഞ്ഞു, പാസ്സായി. അവർ വിളിച്ചു. അത് സത്യത്തിൽ അതൊരു എനിക്കറിയില്ല അങ്ങനെ അവർ വിളിച്ചു എന്നുള്ളത്. ഒരുപാട് ആപ്ലിക്കൻസ് ഒക്കെ അന്നും ഉണ്ട്. എങ്കിലും ഏഷ്യാനെറ്റ് പോലൊരു സ്ഥാപനത്തിൽ തുടങ്ങാൻ പറ്റി എന്നൊക്കെ ഉള്ളത് ഞാൻ ആ അത്രയും പത്രം വായിച്ചും ന്യൂസ് കേട്ടും ഒക്കെ ഇരുന്നതിന്റെ ഒരു മെച്ചമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ പാസ്സാവാൻ കഴിഞ്ഞു. പിന്നെ ആങ്കറിംഗ് എന്നുള്ളത് ആദ്യം തന്നെ അവർ ഒരു ടെസ്റ്റ് കൂടാതെ നമ്മൾ ഇന്റർവ്യൂവിന് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ റിട്ടൺ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് ഇന്റർവ്യൂവിന് വന്നപ്പോൾ ക്യാമറ ടെസ്റ്റും കൂടി അതിനൊപ്പമായിരുന്നു നടത്തിയത്. അന്ന് പോയ ഒരു ബുള്ളറ്റിന്റെ ഒരു പ്രിന്റ് ഔട്ട് തന്നിട്ട് ഇതുപോലെ ഒരു റൂമിൽ അവർ വായിക്കാൻ പറഞ്ഞു. ഒരു ക്യാമറാമാൻ ഷൂട്ട് ചെയ്തു. അപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാമറയെ ഫേസ് ചെയ്ത് ഇങ്ങനെ വാർത്ത വായിക്കുന്നത്. അപ്പൊ എന്റെ മനസ്സിലുള്ള മോഡൽ എന്ന് പറയുന്നത് നമ്മളപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൽ ഓരോരുത്തർ വായിക്കുന്നത്, ദൂരദർശനിൽ വായിക്കുന്നത്, അത് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പർ ഞാൻ വായിച്ചു. ഒരു ന്യൂസ് ആങ്കർ വായിക്കുന്നത് പോലെ ഞാൻ വായിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ആണ് അതേ ദിവസം തന്നെ. അപ്പൊ ഞാൻ ഇന്റർവ്യൂ റൂമിലേക്ക് കയറുമ്പോൾ TN ഗോപകുമാർ സാറൊക്കെയാണ് ഇന്റർവ്യൂ പാനലിലുള്ളത്. അവര് ഞാൻ വാർത്ത വായിച്ച ആ ഒരു ക്ലിപ്പിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇന്റർവ്യൂ റൂമിലേക്ക് കയറുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ചമ്മല് വന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് എന്നെ ഒരു ഇതിങ്ങനെ സ്ക്രീനിൽ കാണുന്നത്. എനിക്ക് ഭയങ്കര എംബാരസ്മെന്റ് ആയി. അവിടെ കയറിയിരുന്നു. അത് കഴിഞ്ഞ് അവര് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ സെലക്റ്റഡ് ആയി എന്നുള്ളതാണ് പിന്നീട് ഞാൻ അറിഞ്ഞത്. അത് ഒരിക്കലും ഞാൻ ആങ്കറായി മാറുന്ന ഒന്നും അങ്ങനൊന്നും എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഇഷ്ടമായിരുന്നു. അതിനെല്ലാം കഴിയുന്നത് പോലെ ചെയ്തു. ഇപ്പോഴും ഞാനിവിടെ നിപ്പുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളിപ്പോൾ ഒത്തിരി ഇത് മാനേജ് ചെയ്ത് പോവുക, വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയണം. അന്നത്തെ ആളല്ല ഞാൻ. അതായത്
ഒരു വേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നിട്ടും ഞാൻ ഇങ്ങനെ നിപ്പുണ്ട് എന്നുള്ളത് എന്താ പറയുക, അതൊരു അത്ഭുതമാണ്. ദേ ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം തുടരും. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ 90 FM, വോയിസ് ഓഫ് അമൽ ജ്യോതി. ഇത് അറിവിന്റെ ആഘോഷം. ടോക്ക് ടൈം. വെൽക്കം ബാക്ക് ഓൺ ടോക്ക് ടൈം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം ആണ് വിത്ത് മീ RJ രേഷ്മ. നമ്മുടെ കൂടെയുള്ളത് വാർത്തകളുടെ ലോകത്ത് നമ്മളെല്ലാം ദിവസവും കാണുന്ന ഒരു പരിചിത മുഖമാണ് 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററും ന്യൂസ് ആങ്കറുമായ അനുജ രാജേഷാണ്. അപ്പൊ 26 വർഷം പൂർത്തിയായി അല്ലേ? നമുക്ക് മീ ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ ലൈഫില് മാമിന്? കുറവാണ്. അതായത് ഞാനതാ പറഞ്ഞത്, നമ്മളുടെ ഒരു ഇത് മാറും. ഓരോ സമയത്ത് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ റോള് മാറി മാറി വരുമല്ലോ. ഞാൻ ഈ ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ ഒരു കുട്ടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാരേജ്, പിന്നീട് കുട്ടി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ വേറെ റോളിലേക്ക് മാറും. ഇപ്പം എത്രയൊക്കെ നമ്മൾ മോഡേണിസം പറഞ്ഞാലും ഇപ്പോഴും നമ്മളൊരു സ്ത്രീകൾ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്നൊരു ഉത്തരവാദിത്വം, അവർ കടന്നു പോകുന്ന ഒരു ഫേസ്, അതൊക്കെ വേറെയാണ്. അപ്പം അതിനിടയിൽ ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തു. കാരണം എനിക്ക് മോളാണ്. അപ്പം അവളുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ജോലിയായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ അമ്മ അതിനിടയ്ക്ക് മരിച്ചു. എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ അമ്മ മരിച്ചു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാനൊരു ട്രെയിനി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്ത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ്. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു സെറ്റ് ബാക്കാണ്. ആ സമയത്തൊക്കെ ഞാനിങ്ങനെ അതിലൂടെയൊക്കെ കടന്നു പോയത്. അപ്പോൾ എല്ലാവരും ഈ കുട്ടി ഉണ്ടാകുമ്പോഴൊക്കെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ട്, അവരുടെയൊക്കെ സപ്പോർട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു കുറച്ച് പാടാണ്, ഞാൻ കുറച്ച് പാടുപെടുന്നു. അതുകൊണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് വന്നത്. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായി. കാരണം ഈ കുട്ടിയുടെ കാര്യങ്ങൾ, പിന്നെ ഓഫീസിൽ, അപ്പോൾ ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈ ജോലിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തു. കുട്ടിയെയും കൊണ്ടൊക്കെ ഞാൻ ഓഫീസിൽ പോയിരിക്കും. അന്ന് ഞാൻ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിൽ, പഴയ റിപ്പോർട്ടർ, അതായത് 2011 റിപ്പോർട്ടർ തുടങ്ങിയത്. ആ സമയം മുതൽ ഞാൻ അവിടെയുണ്ട്. അപ്പോൾ ഇവള് തീരെ ചെറിയ കുട്ടിയാണ്, പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന പ്രായം. അപ്പോൾ ഞാൻ പോകുന്ന ഷിഫ്റ്റിലൊക്കെ ഞാൻ ഇവളെയും കൊണ്ട് അവിടെ കൊണ്ടിരുത്തും. ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഭക്ഷണവും ഞാൻ തന്നെ കുക്ക് ചെയ്ത്, ഞാൻ 2 പേർക്ക് പാക്ക് ചെയ്ത് ഇവളെ റെഡിയാക്കി അവിടെ കൊണ്ടിരുത്തും. അവളേതെങ്കിലും സിസ്റ്റത്തിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കും. ഞാൻ ജോലി ചെയ്യും. 8 മണിക്കൂർ അവളവിടെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് മുതിർന്ന് വന്നപ്പോഴേക്കും വെക്കേഷനൊക്കെ വരുമല്ലോ. ആ സമയമാകുമ്പം അവൾക്ക് വെക്കേഷൻ എന്ന് പറയുന്നത് ഓഫീസിലാണ്. എല്ലാ ദിവസവും അവൾ ഓഫീസിൽ കൂടെ വന്നിരിക്കും. അവൾക്ക് അതൊരു വലിയ ഹാപ്പിയാണ്. അവള് അവിടെ ആളുകളൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അങ്ങനെയൊക്കെ അവള് എൻജോയ് ചെയ്യും. പിന്നെ എപ്പോഴും സിസ്റ്റത്തിന് മുമ്പിൽ നിന്ന് കാർട്ടൂൺ കാണാം, അങ്ങനെയൊക്കെ. പക്ഷെ അത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഇതിൽ നിന്നത്. അത് വീട്ടിൽ അങ്ങനെ ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യാനിപ്പം അമ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് അത്രയും ഒരു ഇത് വന്നത്. എങ്കിൽ പോലും ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഭയങ്കര എന്തോ ഒരു വലിയൊരു ഘട്ടം ഞാൻ കടന്ന് ഇവിടെ എത്തിയപ്പോൾ അവള് വലിയ കുട്ടിയായി. അത്രയും ഒരു പ്രശ്നമൊന്നും ഇല്ല. അന്നത്തെ ആ ഒരു കടന്നു വന്ന ആ വഴികളും അതുപോലെ തന്നെ ഇപ്പൊ എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജ് നോക്കുമ്പോൾ നമുക്ക് മാമിനോട് ഒരുപാട് സ്നേഹം, ഒരുപാട് റെസ്പെക്ട് തോന്നുന്നു. ദേ ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം തുടരും. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ 90 FM, വോയിസ് ഓഫ് അമൽ ജ്യോതി. ഇത് അറിവിന്റെ ആഘോഷം. ടോക്ക് ടൈം. വെൽക്കം ബാക്ക് ഓൺ ടോക്ക് ടൈം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം ആണ് വിത്ത് മീ RJ രേഷ്മ. നമ്മുടെ കൂടെയുള്ളത് വാർത്തകളുടെ ലോകത്ത് നമ്മളെല്ലാം ദിവസവും കാണുന്ന ഒരു പരിചിത മുഖമാണ് 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററും ന്യൂസ് ആങ്കറുമായ അനുജ രാജേഷാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞു വരുമ്പോഴേ നമുക്ക് കുട്ടിക്കാലത്ത്, ഇപ്പോഴത്തെ ഓണം കുറെ വർഷങ്ങളായിട്ട്, മേ ബി 26 ഇയേഴ്സ് ആയിട്ട് ചാനലുകളിൽ തന്നെ ആയിരിക്കും ഓണം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു ഓണക്കാലം ഉണ്ടായിരിക്കുമല്ലോ. ആ ഓണക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് ഓണക്കാലം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, അമ്മ ആണ് വീട്ടില് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ നിർബന്ധമുള്ള ആള്. സദ്യ, അമ്മ നല്ലൊരു കുക്കായിരുന്നു. അപ്പോൾ സദ്യ ഉണ്ടാക്കല്, ഈ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും. അപ്പൊ അതിലൊക്കെ ഞാനും ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. അച്ഛൻ പൊതുവെ ഇത്തരം ഈ ആഘോഷങ്ങളും അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും താല്പര്യമുള്ള ആളൊന്നുമല്ല. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് വേണ്ടെന്നും പറയില്ല, അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ അതുപോലെ പൂവിടുക, തൃക്കാക്കരയപ്പനെ വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള. അമ്മ എറണാകുളം പറവൂർ സ്വദേശിയാണ്. അപ്പോൾ അമ്മയുടെ നാട്ടിലെ രീതി തന്നെയാണ്. ഞാൻ കോട്ടയത്താണ്, നമ്മൾ വീടൊക്കെ വെച്ചത് അവിടെയാണ്. അപ്പോൾ അവിടുത്തെ രീതിയിലല്ല ഓണം ആഘോഷിക്കുന്നത്. ഇങ്ങനെ തൃക്കാക്കരയപ്പനെ വെച്ച് ആ രീതിയിൽ. അപ്പം രാവിലെ പൂവട ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ഒരു നല്ലൊരു കുറേ ഓർമ്മകളുണ്ട് ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ. അതൊക്കെ പിന്നീട് ഇല്ലാതെയായി. ഇപ്പൊ പൂ പോലും ഇടാറില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളെപ്പോഴും ഈ തിരക്കിൽ ഇങ്ങനെ പോവുകയാണല്ലോ. പക്ഷെ എപ്പോഴും പഴയ ഓർമ്മകൾ എന്ന് പറയുന്നത് അത്
നമ്മളെപ്പോഴും ഊർജം തരുന്ന ഓർമ്മകൾ തന്നെയാണ് ആ ഒരു കാലം ഒക്കെ. ഇനി തിരിച്ചു എന്തെങ്കിലും വരുമോ എന്നറിയില്ല. പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ മോൾക്കൊന്നും അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. എനിക്ക് കിട്ടിയ ആ ഒരു രീതിയിൽ ഇപ്പം എന്റെ അമ്മ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മളിതൊക്കെ ഇത്തരം ഓരോ രീതികൾ, ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾക്കത് അറിയാൻ പറ്റി. പക്ഷേ എൻ്റെ മോൾക്കത് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ഈ തിരക്കിലുള്ള ഓട്ടം ആയതുകൊണ്ട് അവൾക്കറിയില്ല. അവൾ പൂവിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പീരിയൻസേ ചെയ്തിട്ടില്ല, അടുത്ത് കണ്ടിട്ടില്ല. ഇല്ല. അന്നത്തെ ഓണക്കാലത്ത്, അതായത് ഇപ്പൊ അമ്മ പറഞ്ഞു തന്ന ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മിസ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ ഒന്ന് ഓടി തിരിച്ചു പോകണം എന്ന് തോന്നുന്ന ഒരു കാര്യം എന്തായിരിക്കും? അത് ഈ സദ്യ പ്രിപ്പറേഷനൊക്കെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും കൂടി ആണ് എന്തെങ്കിലുമൊക്കെ. ഇപ്പം അമ്മയാണ് മെയിൻ, പക്ഷേ ഞാനും ചേച്ചിയും ഒക്കെ കൂടി ഒരുമിച്ചിരുന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് നമ്മൾ ഒരുമിച്ചെല്ലാം കൂടി ഉണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെ അച്ഛനാണെങ്കിലും വന്ന് ഹെൽപ്പൊക്കെ ചെയ്യും. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങാപ്പാൽ പിഴിയാനൊക്കെ അച്ഛൻ വരും. അങ്ങനെയൊക്കെ ഒരു അച്ഛൻ കുറച്ചൊരു സീരിയസ് നേച്ചറുള്ള ആളാണ്. പക്ഷെ എങ്കിൽ പോലും ഈ ദിവസം എല്ലാവരും അതെ. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള ഒരു കാലം അതെന്റെ ജീവിതത്തിൽ തന്നെ ആയിരുന്നു എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. ഇപ്പോ അത് സ്വപ്നം പോലെയാണ്. കാരണം അവരൊന്നും ഇപ്പൊ ഇല്ല, രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല. ഇതൊക്കെ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഓർക്കും. എൻ്റെ മോൾക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളൊരു ന്യൂസ് റൂം എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ ഹാപ്പി ന്യൂസ് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലേക്ക് സഡൻ ആയിട്ട് എന്തെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം കയറി വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മാം എങ്ങനെയാണ്? സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ? സെൻസിറ്റീവ് ആണ്. പക്ഷേ നമ്മളിപ്പോൾ ന്യൂസ് റൂമിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ എന്താണെന്നുള്ള അത്രയും അങ്ങനെ പുറത്തേക്ക് കാണിക്കാൻ പറ്റില്ല, അല്ലേ? അതാ ഞാൻ ചോദിക്കാൻ വന്നത്. അപ്പൊ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നത്? അത് മാനേജ് ചെയ്യാൻ ചില സമയത്തൊക്കെ നമ്മൾ പാടുപെടും. പ്രത്യേകിച്ച് ചില വാർത്തകളൊക്കെ, ഇപ്പം ക്രുവൽറ്റി വാർത്തകൾ, ചില കുട്ടികളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അടിക്കുന്നത്, അങ്ങനത്തെ വിഷ്വലുകൾ, അബ്യൂസ് അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഭയങ്കരമായി നമ്മളെ അതങ്ങ് ഹോണ്ട് ചെയ്യും. ഇപ്പൊ ആലുവയിലൊരു കുട്ടിയെ, ഒരു ഇതര സംസ്ഥാന കുട്ടി ഉണ്ടായിരുന്നല്ലോ, 5 വയസ്സുള്ള ഒരു കുട്ടി, വേറൊരു ഇതര സംസ്ഥാന തൊഴിലാളി ആ കുട്ടിയെ ആലുവ മാർക്കറ്റിൽ കൊണ്ട് പീഡിപ്പിച്ച് കുട്ടി മരിച്ചു പോയൊരു സംഭവം. അതൊക്കെ നമ്മളിങ്ങനെ വാർത്തയായിട്ട് വായിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ അത് ഉണ്ടാക്കുന്നൊരു ആഘാതമുണ്ട്. അത് എനിക്ക് 2 രീതിയിലാണ് ഇത്തരം ഈ കാര്യങ്ങൾ ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കുട്ടികൾക്ക് നേരെ വരുന്ന കാര്യങ്ങൾ, അപകടങ്ങൾ, കുട്ടികളുടെ മരണം, അങ്ങനത്തെയൊക്കെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇത്തരം വാർത്തകൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ അതൊരു വലിയൊരു ആഘാതമാണ്. പക്ഷേ എനിക്കൊരു കുട്ടി ഉണ്ടായതിനു ശേഷം ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഞാനതിനെ വേറൊരു രീതിയിലാണ്, ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ അതങ്ങനെ ഹോണ്ട് ചെയ്യും. നമ്മളുടെ മകളെ ഓർക്കും. അപ്പം അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ പിടിച്ചു നിൽക്കും, മനസ്സിലായോ? അത് ഭയങ്കര ഒരു ആ കുട്ടിയുടെയൊക്കെ എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര സങ്കടമാണ്. ആ കുട്ടി അയാൾക്കൊപ്പം അയാളെ വിശ്വസിച്ചിങ്ങനെ നടന്നു പോകുന്നൊരു വിഷ്വല് അതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അതായത് അയാള് മിഠായി വെച്ച് വാങ്ങിച്ചു കൊടുത്ത് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ആ വിഷ്വലൊക്കെ നമ്മളിങ്ങനെ കാണിക്കുമ്പോഴേ നമുക്ക് അയ്യോ, എനിക്ക് ആ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര പ്രശ്നമാണത്. പക്ഷെ പിടിച്ചു നിൽക്കും. നമ്മുടെ ജോലി ഇതാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കും. പിന്നെ പല വിഷ്വലുകളും ഞാൻ നോക്കാറില്ല, ടു ബി ഫ്രാങ്ക്. ഓണെയറിലേക്ക് ചില കാര്യങ്ങൾ നമ്മൾ മുമ്പിൽ സ്ക്രീനുണ്ട്, പക്ഷെ ഞാൻ പല കാര്യങ്ങളും നോക്കാതെ ഇങ്ങനെ അതെ പ്രസന്റ് ചെയ്യും. നമ്മൾ ഓണെയർ ആ സമയത്ത് ഉണ്ടാവില്ല, പക്ഷെ വിഷ്വൽ അവിടെ ഓണെയർ കാണും. പക്ഷെ ഞാൻ നോക്കാറില്ല പലതും. കാരണം അത് അങ്ങനെയൊക്കെയാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്തോട്ടെ. അതെ അതെ. എപ്പോഴെങ്കിലും ഈ ഒരു ഫീൽഡിൽ കയറി കഴിഞ്ഞാൽ, അതായത് ഇപ്പം മീ ടൈം ഒക്കെ കുറവാണെന്ന് പറഞ്ഞല്ലോ, നല്ല ദിവസങ്ങളിലൊക്കെ നിങ്ങൾ എവിടെയായിരിക്കും? വർക്കുമായിട്ട് ബിസി ആയിരിക്കും, ഒരു ഫാമിലി ടൈമൊക്കെ കുറവായിരിക്കും, അല്ലേ? അപ്പം അങ്ങനെയുള്ള സമയത്ത് ഓക്കെ, ഈ ജോബ് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ഫാമിലിയോടൊപ്പം, അങ്ങനെയൊക്കെ തോന്നിയ ടൈം എപ്പോഴേലും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുമോ ഇന്ന് ഞാൻ ലാസ്റ്റ് ദിവസമായിരിക്കും, ഇന്ന് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണെന്ന് വിചാരിക്കുന്ന ദിവസങ്ങൾ ഒരുപാട് എൻ്റെ കരിയറിലുണ്ടായിട്ട് വിചാരിച്ച് 26 വർഷം പൂർത്തിയാക്കി. ഇനിയിപ്പം ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ചുകൂടി സമയം വേണം. നമ്മൾ റിലാക്സ് ചെയ്യാനും ട്രാവൽ ചെയ്യാൻ, അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു എന്നുള്ളത് കൂടിയുണ്ട്. നമ്മൾ റിലാക്സ് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക്, അല്ലേ, മറ്റ് സംസ്കാരങ്ങൾ, ഭക്ഷണം, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇതുകൂടിയാണ്. അപ്പം അതൊന്നും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകാത്ത ഇത്രയും കരിയർ തുടങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ജൂണിൽ ഞാൻ തായ്ലൻഡിലൊന്ന് പോയി, ഞാനും മോളും കൂടി. അത്
അവൾക്കും അങ്ങനെ ഒരു മെമ്മറി കൊടുക്കണം എന്ന് എനിക്ക് മനസ്സിലങ്ങനെ തോന്നി. കാരണം ഇപ്പോൾ അവള് ഇത്രയും വയസ്സായി, അവളിപ്പോൾ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടെ വർഷം കഴിയുമ്പോഴേക്കും അവൾ അവളുടെ രീതിയിൽ പോകും. അപ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി വേണമല്ലോ. നമ്മൾ ചെറിയ ചെറിയ ട്രിപ്പുകൾ, ഫാമിലി, ഞാനും മോളും ഹസ്ബൻഡും കൂടി ഞങ്ങൾ 3 പേരും ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ നടത്തും. പോണ്ടിച്ചേരി പോയിട്ടുണ്ട്, ബാംഗ്ലൂർ, അങ്ങനെയൊക്കെ അത്രയൊക്കെ സമയമൊക്കെ മാക്സിമം ആണ് നമുക്ക്. അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെ അവിടെ ഇവിടെയൊക്കെ പോകും, 1 ഡേ, അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിനപ്പുറത്തേക്കൊരു മെമ്മറി വേണം എന്ന് അവൾക്ക് കൊടുക്കാൻ എന്ന് എനിക്ക് മനസ്സിൽ തോന്നി. എനിക്കും ഒരു മാറ്റം വേണം എന്ന് തോന്നി. അങ്ങനെ ഒരു ട്രിപ്പിന് പോയതാണത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പിന്നെ ഈ ഒരു ജോലിയിൽ കയറുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിത് പ്രതീക്ഷിക്കണം, ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിക്കുക. നമ്മൾ ഫാമിലി ടൈം എന്നുള്ളത് ഒട്ടും ഉണ്ടാവില്ല. ഈ വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഇന്ന ഷിഫ്റ്റ്, ആ ഒരു ഷിഫ്റ്റിലെ ഞാൻ അങ്ങനൊന്നും ഇല്ല. നമ്മൾ എല്ലാ ഷിഫ്റ്റിലും ജോലി ചെയ്യേണ്ടി വരും. ഇത്ര മണിക്കൂർ എന്നുള്ളത് ഒന്നും പോസിബിൾ അല്ല. ചില സമയത്തൊക്കെ 10 മണിക്കൂറും, കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ 10 മണിക്കൂറായിരുന്നു ഞങ്ങളുടെ ഡ്യൂട്ടി സമയം. അപ്പം ആ സമയം എല്ലാവരും അടച്ചിരിക്കുമ്പോൾ ഈ ജേർണലിസ്റ്റുകളും പോലീസുകാരും ഒക്കെയാണ് അന്ന് ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ സ്ഥിരമായി എന്നും ഓഫീസിൽ പോകും. ഒഴിഞ്ഞ റോഡിലൂടെ ഉള്ളൊരു യാത്ര, എറണാകുളത്തൊക്കെ ഒഴിഞ്ഞ റോഡ് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റണതല്ല. അപ്പം അങ്ങനെ ആ ഒരു കാലവും ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ ഇവിടെ വന്ന് ഇരിക്കുന്നത്. നമ്മൾ കയറി കഴിയുമ്പോഴേ, നമ്മൾ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് നമ്മൾ വരുത്തിയിട്ടുണ്ടായിരിക്കും. മിസ്റ്റേക്സിൽ നിന്നാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ആക്കാൻ പറ്റുന്നത്. മാമിന് പറ്റിയ ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്ന എന്തെങ്കിലും ഒരു അബദ്ധം ഉണ്ടോ? മീൻസ് ഈ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്ന, ഇപ്പം ചില വാക്കുകളൊക്കെ നമ്മൾ ചിലപ്പോൾ വായിക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അബദ്ധം പിണഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൂ. ഞാൻ പക്ഷെ ഇപ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ടൊക്കെ ഇരിക്കും. പണ്ട് കൂടുതൽ കെയർഫുൾ ആയിരുന്നു. ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു അത്ര കെയർഫുൾ അല്ലാതെ എനിക്ക് തോന്നുന്നു. പക്ഷെ പണ്ട് ഞാൻ കുറച്ചുകൂടി കെയർഫുൾ ആയിരുന്നു. പക്ഷേ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ? സ്ട്രിക്റ്റുമായിരുന്നു. ഞാൻ തെറ്റുകളൊന്നും അങ്ങനെ വരുത്താതെ വാർത്തയൊക്കെ വായിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ എൻ്റെ ഒരു വലിയ ഇതായിട്ടല്ല പറയണം. പക്ഷെ അത് ഞാനൊരു കാര്യം പറയാൻ വെച്ചാൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലെ ഒരു സ്ഥാപനത്തിൽ അവിടെ വളരെ സീനിയർ ആയിട്ടുള്ളവരൊക്കെയാണ് അന്ന് ഡെസ്കിൽ ചുമതല. അപ്പോൾ അവരുടെ കൃത്യമായ ഒരു മേൽനോട്ടം ഉണ്ട്. ഞങ്ങൾ മദ്രാസിൽ നിന്നാണ് അന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ലൈവ് ന്യൂസ് കേരളത്തിലും തുടങ്ങിയിട്ടില്ല. ഏഷ്യാനെറ്റ് ആദ്യം മനില, ഫിലിപ്പീൻസ് മനില, അത് കഴിഞ്ഞ് സിംഗപ്പൂർ, അത് കഴിഞ്ഞ് മദ്രാസ്, പിന്നീടാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. അപ്പം ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് 2000 മദ്രാസിൽ നിന്നായിരുന്നു ലൈവ്. അപ്പം ഞങ്ങൾക്ക് അവിടെ കുറച്ച് ആൾക്കാർ അവിടെ ഞങ്ങൾ താമസിച്ചിട്ട് അങ്ങനെയാണ്. അവിടുത്തെ VSNL നിന്നാണ് അതിൻ്റെ അപ്ലിങ്കിങ് ഒക്കെ. അപ്പോൾ നമ്മൾ വാർത്ത വായിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഡെസ്കിൽ ഇരുന്നിട്ട് ഈ സീനിയർ ആളുകൾ നോക്കും നമ്മളെന്തെങ്കിലും തെറ്റ് വരുത്തുന്നുണ്ടോ, നമ്മൾ അങ്ങോട്ട് അനങ്ങുന്നുണ്ടോ, ഇങ്ങോട്ട്. അപ്പം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നല്ല വഴക്കൊക്കെ വിളിച്ചിട്ട് പറയും. അപ്പം നമ്മൾ എപ്പോഴും ഒന്ന് അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതിൽ ഞാൻ എപ്പോഴും എടുത്തു പറയാൻ, ഞാൻ അഭിമാനത്തോടെ തന്നെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ, ഞാൻ വാർത്ത വായിക്കാൻ തുടങ്ങി ആദ്യത്തെ 2 ദിവസം ഒരു 15 മിനിറ്റ് ഹെഡ്ലൈൻ അങ്ങനെ ഒരു ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അതാണ് ആദ്യത്തെ 2 ദിവസം വായിച്ചത്. 3-ാമത്തെ ദിവസം പ്രൈം ടൈം ബുള്ളറ്റിൻ വൈകിട്ട് വായിക്കാൻ എന്നെ ഞാനന്ന് ട്രെയിനിയാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അവർ തന്നു എന്നുള്ളത് എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. അന്ന് 2 ദിവസം തന്നെ അതെ 2 റീഡർമാർ ഇരുന്ന് വായിക്കുന്ന ഏറ്റവും പ്രൈം ടൈം വൈകുന്നേരത്തെ ബുള്ളറ്റിനാണ്. അപ്പോൾ എനിക്കൊപ്പം വായിക്കുന്നത് ഏറ്റവും സീനിയറായ പ്രമോദ് രാമൻ എന്ന് പറയുന്ന പുള്ളിയാണ്. ഈ ഏഷ്യാനെറ്റിൻ്റെ അതിന് മുമ്പത്തെ ആദ്യത്തെ വാർത്താ ബുള്ളറ്റിനൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കൊപ്പം ഇരുന്ന് എന്നെപ്പോലെ ഒരു ജൂനിയർ വാർത്ത ആങ്കർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് അവർ തന്ന, ഏഷ്യാനെറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണ്. അങ്ങനെ ആർക്കെങ്കിലും അത്രയും പെട്ടെന്ന് വാർത്ത വായിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അത്രയും കോൺഫിഡൻസ് അവർക്ക് എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പം ആ കോൺഫിഡൻസ് തെറ്റിക്കരുത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കും ഞാൻ കുറച്ച് അലേർട്ടായിട്ടിരുന്നൊക്കെയാണ് പൊതുവെ. പക്ഷെ ആ ദിവസം എനിക്കൊരു ഇത് പറ്റിയതെന്ന് വെച്ചാൽ അതൊരു മിസ്റ്റേക്ക് എന്നല്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ രേഷ്മ പറഞ്ഞ പോലെ ചിരി വരുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിൻ തീരുമ്പോൾ അടുത്ത വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഇന്നയാൾ എന്ന് പറയും. അപ്പം നമ്മൾ 2 പേരെയും കൂടെ സ്വിച്ച് ചെയ്ത് ലാസ്റ്റ് വയ്ക്കും. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫോർമാറ്റ്. അപ്പോൾ അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഇനി ഈ വായിക്കാൻ ഇന്നയാൾ ഇത്ര മണിക്ക് എന്ന് പറയണം. അപ്പം ഞാനാണത് പറയേണ്ടത്. അപ്പം നമ്മുടെ മുമ്പിൽ പ്രോംപ്റ്ററിൽ അത് ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അറിയാതെ കൈ മുമ്പിൽ തട്ടിയിട്ട് അത് മുകളിലേക്ക് പോയി. അപ്പൊ എനിക്ക് പെട്ടെന്ന് അടുത്ത വാർത്ത, അതുവരെ ഒരു തെറ്റും വരുത്താതെ വായിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിന്റെ സമയം ഞാൻ ഓർക്കുന്നില്ല, അടുത്ത ആരാണെന്നും പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ലൈവിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ 2 പേരും ഉണ്ട്. പ്രമോദ് രാമൻ മിണ്ടാതിരിക്കുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ പ്രമോദ് രാമൻ ഇടപെട്ടൊക്കെ പറയും. ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഞാൻ മറന്നുപോയാൽ അടുത്തയാളതെന്ന് പറഞ്ഞ് അത് അവസാനിക്കും. പക്ഷെ അന്ന് അങ്ങനെയല്ല.
റീഡർ എ, റീഡർ ബി. അപ്പൊ എ പറയേണ്ടത് എ തന്നെ പറയണം, ബി പറയേണ്ടത് ബി പറയണം, അങ്ങനെയാണ്. അപ്പോൾ ഞാനാണത് പറയേണ്ടത്. എനിക്ക് പെട്ടെന്ന് ആകെ ബ്ലാങ്ക് ആയി. ഞാൻ എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ അടുത്ത വാർത്താ ബുള്ളറ്റിൻ സ്റ്റക്കായി. ഞാൻ മനസ്സിൽ ഓർത്തു, അയ്യോ എന്റെ കൂടെ എടുത്ത ഒരു ട്രെയിനിൽ കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് അടുത്ത് വായിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ പെട്ടെന്ന് അയ്യോ അത് ഏത് സമയമാണെന്ന് പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഞാനതിങ്ങനെ മനസ്സിൽ ഓർത്ത് ഒപ്പിച്ച് പറഞ്ഞു. അപ്പൊ അത് ഒരു അന്നത്തെ ഒരു ആ സമയം എനിക്ക് ടെൻഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ രസകരമായിട്ടൊരു ഓർമ്മ എന്നുള്ള രീതിയിൽ അതൊക്കെ ഇപ്പൊ അപ്പോഴത്തെയും ഇന്നത്തെയൊക്കെ ഒരു മാറ്റത്തിന്റെ ഒരു കഥ കൂടിയാണ്. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയൊന്നും വരില്ല, മറ്റേ ആളുകാർ പറയും. അപ്പൊ അന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രമോദിന് അറിയാമെങ്കിൽ പോലും പ്രമോദ് ഇങ്ങനെ ഇരിക്കുകയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് അന്നത്തെ ഒരു ശൈലി പിന്നെ അത് തന്നെ. ദേ ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം തുടരും. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ 90 FM, വോയിസ് ഓഫ് അമൽ ജ്യോതി. ഇത് അറിവിന്റെ ആഘോഷം. ടോക്ക് ടൈം. വെൽക്കം ബാക്ക് ഓൺ ടോക്ക് ടൈം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം ആണ് വിത്ത് മീ RJ രേഷ്മ. നമ്മുടെ കൂടെയുള്ളത് വാർത്തകളുടെ ലോകത്ത് നമ്മളെല്ലാം ദിവസവും കാണുന്ന ഒരു പരിചിത മുഖമാണ് 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററും ന്യൂസ് ആങ്കറുമായ അനുജ രാജേഷാണ്. ഞാനിങ്ങനെ മാമിനെ പറ്റി തിരക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അറിഞ്ഞത്, ആഫ്രിക്കയിലാണ് ജനിച്ചതെന്ന് അറിഞ്ഞു. ഇപ്പൊ 24 ചാനലില് ആങ്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മലയാളം ഇത്ര ഫ്ലോയില് വരുന്നത്? ആഫ്രിക്കയിലാണ് ജനനം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ ജനിച്ചത് ആഫ്രിക്കയിലാണ്, സാംബിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അതെൻ്റെ അച്ഛൻ അവിടെ അധ്യാപകനായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് പേരിങ്ങനെ ആഫ്രിക്കൻ കൺട്രീസിൽ ടീച്ചിങ്ങിൽ പോകുന്നൊരു സമയം കൂടിയാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ എനിക്ക് ജനിക്കാനൊരു ഭാഗ്യം കിട്ടിയതും ഒക്കെ. അപ്പോൾ അവിടെ കുറച്ചു കാലം ഉണ്ടായി. അതിനുശേഷം പിന്നീട് നൈജീരിയയിൽ അച്ഛൻ പോയി. ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ സ്കൂളിലൊക്കെ കുറച്ചു കാലമൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അച്ഛൻ്റെ വലിയൊരു നിർബന്ധമാണ് നമ്മളുടെ ഭാഷ പഠിക്കണം, മലയാളം പഠിക്കണം എന്നൊക്കെയുള്ളത്. അപ്പം അങ്ങനെ നാട്ടിൽ വന്ന് ഒരു മലയാളം മീഡിയം സ്കൂളിൽ ചേർക്കുകയായിരുന്നു. ഇതുപോലെ നമ്മൾ വാക്കുകൾ ഉച്ചരിക്കുമ്പോഴും ഒക്കെ അത് കൃത്യമായിട്ടായിരിക്കണം എന്നൊക്കെയുള്ളതിലൊക്കെ വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. അത് അമ്മയും അങ്ങനെ തന്നെയാണ്. തെറ്റിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒരു മേന്മ കൂടി എനിക്കുണ്ട്. നമ്മളുടെ ഭാഷ പഠിക്കാനൊക്കെ വേണ്ടി ഇവിടെ വന്ന് അവസാനം ഞാനിങ്ങനെ മലയാളം ചാനൽ ഞാനൊരു ന്യൂസ് ആങ്കർ കൂടിയായി ജോലി ചെയ്യാൻ പറ്റി. ഒപ്പം ജേർണലിസം, അതും മലയാളം ഭാഷയിൽ തന്നെ. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മളുടെ അച്ഛനമ്മമാർ നമുക്ക് തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലൈഫിലെ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും പഠിക്കാനും എവിടെ പോകാനും അവർ അനുവദിച്ചു തന്നൊരു സ്വാതന്ത്ര്യം. അതിനൊപ്പം തന്നെ ഇപ്പം ഈ പറയുന്ന മലയാളം ഇതിൽ ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പം എനിക്കത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ അച്ഛനും അമ്മയും മാത്രമാണ്. അതിൽ തന്നെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ നിർബന്ധ ബുദ്ധിയോടെ തന്നെ ഈ മലയാളം പഠിക്കണം, പിള്ളേർ മലയാളം പഠിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല അത്. പക്ഷേ ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതിലേക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു മീഡിയ ഫീൽഡിലേക്ക് കയറി വരുമ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ വീട്ടിൽ പറഞ്ഞിരുന്നോ? പെൺകുട്ടികൾ ആ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ മീഡിയ ഫീൽഡിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നോ? ഇപ്പോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികളാണ് +2 തൊട്ട്, അതായത് 10 കഴിയുമ്പോൾ തൊട്ട് കുട്ടികൾക്ക് ഒരു ഡ്രീം. അങ്ങനെ തന്നെ ജേർണലിസവും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ കോഴ്സൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളുണ്ട്. ഞാൻ അങ്ങനെ പഠിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ കടന്നു വരുന്ന കുട്ടികളുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി വീട്ടിലൊക്കെ അറിയാം, ഓക്കെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഇന്നതായിരിക്കും പഠിക്കുക. മാം പഠിച്ചിറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉള്ള പാരന്റ്സ്, അതായത് അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഒരു കോൺസെപ്റ്റ് ഉള്ള ടൈം ആയിരുന്നോ? അവിടെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് ഞാൻ പറയുന്നത്, എൻ്റെ പേരൻസ്. കാരണം പ്രത്യേകിച്ച് അച്ഛൻ വളരെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ്. ഇപ്പം ഞങ്ങൾ 2 പെൺകുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പം അന്നത്തെയൊക്കെ ഒരു കാലത്ത് പ്രത്യേകിച്ചും ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ വിവാഹം കഴിക്കുക, അവരങ്ങനെ അങ്ങ് പോകണം, അങ്ങനെയൊക്കെ കുടുംബം അങ്ങനെ അതാണ്. പക്ഷെ എൻ്റെ അച്ഛൻ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് പഠിക്കാവുന്നത്രയും പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് പഠിച്ച് ജോലി നേടുക, പിന്നെ വിവാഹം എന്നൊക്കെയുള്ള അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു അന്ന്, അതായത് 90കളിലൊക്കെയാണ് ഈ പറയുന്നത്, 2000 തുടക്ക ആ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു അച്ഛനും അമ്മയും അതിനൊപ്പം തന്നെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിലെ ഭാഗ്യം എന്ന് ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ ഒക്കെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. രേഷ്മ പറഞ്ഞ പോലെ അന്ന് ഇത്രയും നമ്മൾ ഈ ലേഡീസ് അങ്ങനെ ഒരു ഇതിലേക്ക് ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ കൃത്യമായി അതൊരു കരിയർ എന്നുള്ള രീതിയിൽ ഞാൻ ജേർണലിസത്തിന് പോയി. എനിക്കതാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ ശരി പോയി. ഞാൻ ജേർണലിസം ചെയ്തത് പ്രസ് അക്കാഡമിയിലാണ് എറണാകുളത്ത്. അത് കഴിഞ്ഞ് ഞാൻ MA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തമിഴ്നാട്ടിലാണ് ചെയ്തത്. അതിലും ജേർണലിസം ഒരു പേപ്പർ ഉണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ പഠിക്കാനൊക്കെ നമ്മളെ വിട്ടു. അത് കഴിഞ്ഞ് ഈ ടെസ്റ്റും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ
ജോലിക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മദ്രാസിൽ പോകാൻ താല്പര്യമുണ്ടോ, പ്രശ്നമുണ്ടോ എന്നൊക്കെ അന്ന് അവരെന്നോട് ഇന്റർവ്യൂവിൽ ചോദിച്ചിരുന്നു ഏഷ്യാനെറ്റിൽ. എൻ്റെ വീട്ടിലൊരു പ്രശ്നവും ഇല്ലാന്ന് എനിക്കറിയാം. കാരണം എവിടെ വേണേലും അങ്ങനെ പെൺകുട്ടി എന്നുള്ള ഒരു ലിമിറ്റേഷനൊന്നും ഒരിക്കലും വീട്ടിൽ കാണിക്കില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പോവുക എന്നുള്ള. അപ്പം അങ്ങനെ ഞാൻ പോയി. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. ആക്ച്വലി എനിക്ക് അങ്ങനെ പറഞ്ഞു വിടർത്തി പറക്കാനുള്ള ഒരു പെർമിഷൻ വീട്ടിൽ നിന്ന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടും നന്നായി അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു കരിയറിൽ എങ്ങനെ 26 വർഷം അതെ അല്ലേ? അതെ. ഇപ്പൊ ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ അവര് ഇപ്പൊ അച്ഛനും അമ്മയൊന്നും നമ്മൾക്കിത് കാണാൻ അവരില്ല എന്നുള്ളതൊരു വലിയ സങ്കടമാണ്. നമ്മൾ ഇതിനിടയ്ക്ക് കിട്ടുന്ന ചില അംഗീകാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും കാണാൻ അവരില്ല എന്നുള്ളത് വലിയ വിഷമമാണ്. അവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുന്നതും. അവരുടെ പ്രോത്സാഹനം, അവര് ആണ് നമ്മളെ വഴി നടത്തുന്നത്. ഒരു തരത്തിലും റെസ്ട്രിക്ഷൻ വെക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോയപ്പോൾ അത് തെറ്റിപ്പോയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും വർഷം എനിക്കൊരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റി എന്നുള്ളത്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത് എപ്പോഴും നമുക്ക് ഉള്ളതാണ്. ബെസ്റ്റ് മൊമെന്റ് എന്താണ് കരിയറിലെ? ബെസ്റ്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ കുറച്ച് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ന്യൂസ് ആങ്കർ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് അവാർഡ്സും റെക്കഗ്നിഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അത് പലതും നമ്മൾ അപ്ലൈ ചെയ്യാതെ കിട്ടുന്ന കുറേ അംഗീകാരങ്ങളുണ്ട്. ചെറിയ 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 സംഘടനകളൊക്കെയാണ്. അപ്പം അത് പണ്ട് മുതലേ ഇങ്ങനെ, ഇപ്പോഴെന്നുള്ളതല്ല, ഞാൻ തുടങ്ങിയ ആ ഒരു സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്നും ഉണ്ടെന്ന് പോലും അറിയില്ല. ഇങ്ങനെ കുറേ സംഘടനകളോ അല്ലെങ്കിൽ ഒരുപാട് സംഘടനകളൊന്നും ഇല്ല അന്ന്, ഇങ്ങനെ അവാർഡുകൾ കൊടുക്കുന്നതോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഓരോന്നും നമ്മളെ അവരിങ്ങോട്ട് വിളിച്ച് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അംഗീകാരം ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. ആദ്യം അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റില്ല അങ്ങനെ. അപ്പം ആ തരത്തിലേക്ക് നമ്മളിങ്ങനെ കിട്ടുന്നതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ ചില സമയം സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടി. അത് പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പം ഞാൻ കുറേ കാലങ്ങളോട് ഞാൻ അപ്ലൈ ചെയ്തിരുന്നില്ല. കാരണം ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് അവാർഡ് മേടിക്കുന്നതിനോട് എനിക്കൊരു അതെന്തോ ഒരു ഇഷ്ടക്കേട് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. പക്ഷെ പിന്നീട് ചിലരൊക്കെ, നമ്മുടെ വെൽ വിഷേഴ്സ് ചിലരൊക്കെ പറഞ്ഞു, ഇത്രയും കാലം ജോലി ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നു എന്ന് വേണ്ട, ചെയ്ത് നോക്ക്, കിട്ടുകയാണെങ്കിൽ. അപ്പം അങ്ങനെ അതും ചിലതൊക്കെ കിട്ടി. അപ്പം അങ്ങനെ അതൊക്കെ നമുക്കൊരു കിട്ടുന്നൊരു അംഗീകാരമാണല്ലോ. അതൊക്കെ സന്തോഷകരമായ കാര്യമാണ്. പിന്നെ എനിക്കിത് കിട്ടി, ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ തന്നെ ഓണറിൽ വായിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. നല്ല മൂമെന്റ് ആണ്. അന്നേരം എന്താ പെട്ടെന്ന് തോന്നിയേ? അതില് ചില പുരസ്കാരം ഞാൻ അപ്പൊ വായിക്കുമ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വായിച്ചു വരുമ്പോഴാണ് അറിഞ്ഞത്. അതൊരു ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം. അപ്പൊ അത് ഞാൻ അറിഞ്ഞിരുന്നേ ഇല്ല ഇങ്ങനെ ഒരു കാര്യം. അപ്പൊ ഡെസ്കില് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ വാർത്താ ബുള്ളറ്റിൻ വായിക്കാൻ, ഞാനന്ന് റിപ്പോർട്ടറിലാണ് ചാനലില്. അപ്പൊ അവിടെ വായിക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ അതിന്റെ ഈ റൺഡൗൺ വയ്ക്കുന്ന ആള്, ഞാനിത് അറിയാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. ഞാനിതൊന്നും അറിയുന്നില്ല. ഓണയറിൽ ഞാനിങ്ങനെ ഇത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം പ്രഖ്യാപിച്ചു. ഞാൻ അടുത്തത് എന്റെ പേരാണ്. ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് ഇരുന്നു. അന്ന് പക്ഷെ അധികം ഈ യൂട്യൂബ് ഒന്നും അങ്ങനെ അധികം ഇതായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിപ്പോ, പിന്നീടൊക്കെയാണ് ചിലപ്പോൾ അതൊരു വൈറലായി ഒക്കെ പോയനായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ അതല്ലാതെ മറ്റു ചില പുരസ്കാരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ട് പിന്നീട് ഞാൻ എന്റെ പേരൊക്കെ വായിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഒക്കെ, അതൊക്കെ ഇതിലൊരു ഭാഗമാണ് ലൈവിൽ നമ്മൾ ഉണ്ടാകുന്ന. അതുപോലെ നമ്മൾ സ്ക്രീനിൽ മാമിനെ കണ്ടിട്ടുണ്ട്. വീട്ടിലെത്തിയാൽ മാം എങ്ങനെയാണ്? ക്യാമറ ഓഫ് ആയി കഴിയുമ്പോൾ ആളെങ്ങനെയാ? ഭയങ്കര കാം ആൻഡ് കൂൾ. വീട്ടിലുള്ള മൊത്തത്തിൽ അത് വീട്ടിലുള്ളവരോട് ചോദിക്കണമായിരിക്കും നല്ലത്. ഇപ്പൊ തൽക്കാലം വീട്ടിലുള്ളവരില്ല. വീട്ടില് ഞാൻ ദേഷ്യം വന്നാൽ ഞാൻ ഒച്ചയെടുക്കും. മോളുടെ അടുത്താണ് ഞാൻ അലറും, സ്ക്രീം ചെയ്യും. അപ്പോ അത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ കേട്ടില്ല എന്നൊക്കെ വന്നാൽ അങ്ങനെയൊക്കെയാണത്. എന്റെ തനി സ്വരൂപം എന്ന് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ വീട്ടിൽ ഞാൻ കുക്കിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പൊ അതിന്റെ നമുക്ക് ചില സമയത്തൊക്കെ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈം മാനേജ് ചെയ്യുന്നു. കുക്കിംഗ് ആണ് മെയിൻ, മറ്റേ ക്ലീനിങ് അല്ല. ക്ലീനിങ്ങിനൊക്കെ ഒരാൾ വരും. അപ്പൊ കുക്കിങ്ങിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അത് പാടാണ്. പക്ഷെ അത്രയും വർഷം ഞാൻ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ അത് മുമ്പോട്ട് പോവാണ്. അപ്പൊ അതിനിടയിൽ നമുക്കിങ്ങനെ ചില സമയം നമ്മുടെ എല്ലാ മൂഡും എപ്പോഴും ഒരേപോലെ ഇരിക്കില്ല. അപ്പൊ ചിലപ്പോൾ നമുക്കൊന്ന് ഇതായി വരുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. അതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഇത്തവണത്തെ ഓണം എങ്ങനെയും വ്യത്യസ്തമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് കുറച്ചു നേരം ഫാമിലിയോടൊപ്പം വേണം, കുറച്ചു നേരം നമ്മൾ ന്യൂസ് റൂമിലായിരിക്കും, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഒക്കെ ഉണ്ടോ? പ്ലാനിങ്ങോട് കൂടി ഒന്നും നടക്കത്തില്ല? ഇല്ല, നടക്കൂല. ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നടക്കൂല. അതുകൊണ്ട് നമ്മൾ ഈ ജോലിയിൽ നിൽക്കും തോറും അത് നടക്കില്ല എന്നറിയാം.
അപ്പം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പ്ലാനൊക്കെ ചുമ്മാ ഇടാം മാത്രമേ ഉള്ളൂ, പക്ഷെ നടക്കൂല. അതപ്പം വീട്ടിൽ കുഞ്ഞൊക്കെ ആണെങ്കിലും മനസ്സിലാക്കിയാണോ നിൽക്കുക? എപ്പോഴും മിസ് തീർച്ചയായിട്ടും. ഇല്ലില്ല, അവള് ഞാൻ പറഞ്ഞില്ലേ, അവള് കുട്ടിയായിരിക്കും മുതൽ അവൾ ഇത് കണ്ട് അവൾക്കിത് ശീലമായി. ശീലമായി. പിന്നെ ചില സമയത്ത് അവളിങ്ങനെ പറയും, ഒന്ന് ലീവ് എടുക്ക് അമ്മ, ഒന്ന് ലീവ് എടുക്കമ്മ എന്നിങ്ങനെ ചില സമയം പറയും. അപ്പൊ അതിനും കൂടിയാണ് ഞാൻ ഈ ഒരു തായ്ലൻഡ് യാത്രയൊക്കെ അവൾക്ക് കൊടുത്തത്. അപ്പൊ അവള് വളരെ ഹാപ്പിയായി. ഇനിയും ഓണത്തിനിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് അവൾ ഇതുവരെ ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനു മുമ്പ് ഇപ്പം 26 വർഷമായിട്ട് മീഡിയയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യുന്നിടത്ത് ഒന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നോ? പണ്ട് അതായത് എല്ലാ ഓണത്തിനും നമുക്കങ്ങനെ ലീവ് കിട്ടുന്ന ഒരു ഇതില്ല. ഓണത്തിനൊക്കെ എപ്പോഴും നമ്മൾ ഓഫീസിൽ തന്നെയാണ്. പക്ഷെ അത് ന്യൂസാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 24 കൊണ്ടുവന്നൊരു മാറ്റം, പല മേഖലകളിൽ പല വലിയ വലിയ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണ് എല്ലാവരും കൂടെ ആങ്കർമാരൊക്കെ കൂടെ ഒരുമിച്ച് SKന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊക്കെ ഉള്ളത്. അത് 24 വന്നതിന് ശേഷം. അപ്പൊ അതിനു മുൻപ് നമ്മൾ സാധാ വാർത്താ ബുള്ളറ്റിനാണ് എങ്കിലും ഓണത്തിന് ഓഫീസിലിരിക്കും, വാർത്താ ബുള്ളറ്റിനൊക്കെ വായിക്കും, നമ്മുടെ ഷിഫ്റ്റ് കഴിയുന്നത് വരെ, എന്നിട്ട് വീട്ടിൽ പോകും. അങ്ങനെയാണ്. അപ്പൊ അല്ലാതെ പ്രത്യേകിച്ചൊരു, പിന്നെ അവിടെ പൂക്കളം ഉണ്ടാകും, സദ്യ ഉണ്ടാകും, അതില് നമ്മൾ കൂടും, എന്നിട്ട് വീട്ടിൽ പോകും. അപ്പം വീട്ടിലിരിക്കുന്നവർക്ക് ആ ദിവസം ബുദ്ധിമുട്ടാകും. ചിലപ്പോൾ നമ്മൾ അതിരാവിലെയൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പുറപ്പെടേണ്ടി വന്നാൽ ഭക്ഷണം ഉണ്ടാക്കലൊക്കെ പാടാകും. അങ്ങനെ വരുമ്പോൾ അവര് കഷ്ടപ്പെടുന്നുണ്ട്. ഹസ്ബൻഡും മോളും അവർ രണ്ടുപേരും ചിലപ്പോൾ പുറത്തുനിന്ന് ഇപ്പം നമ്മൾ ഈ പാഴ്സലൊക്കെ കിട്ടുമല്ലോ, അതല്ലെങ്കിൽ റിലേറ്റീവിന്റെ വീട്ടിൽ പോവുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവർ ചെയ്ത് മാനേജ് ചെയ്യും എന്നുള്ളതാണ്. അതൊരു നോർമൽ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട്. അതുമായിട്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ആയി ഓക്കെ ഹാപ്പി ആയി പോവാണ്. ഹാപ്പി ആയി പോകുന്നു. അപ്പോൾ ഒരുപാട് തിരക്കാണെന്നറിയാം. തിരക്കുകൾക്കിടയിൽ നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ചേർന്നതിന് ഒരുപാട് നന്ദി. എനിക്കറിയാം ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾക്കൊരു സമയം കിട്ടുക എന്ന് പറയുന്നത്, മാമിനൊക്കെ ഒരു സമയം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടായിരിക്കും. സ്വന്തം ഒരു പേഴ്സണൽ ഇഷ്യൂ വന്നാൽ പോലും അല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് മീഡിയ ഫേമിൽ നിന്ന് മാറ്റിയെടുത്തോണ്ട് പോവുക, നമുക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമായിരിക്കും. ഇതിനിടയിലും നമ്മളോടൊപ്പം ഇത്രയും നേരം ചേർന്നതിൽ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി മാമിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിൽ, എനിക്കിത് കേൾക്കാൻ പറ്റിയതിൽ, നേരിട്ടിരുന്ന് നമ്മളൊക്കെ ന്യൂസ് ചാനലിൽ കണ്ടിട്ടേ ഉള്ളൂ, അപ്പൊ ഇന്ന് നേരിട്ട് കാണാൻ പറ്റി, അടുത്തിരുന്ന് സംസാരിക്കാൻ പറ്റി, ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു. അതുപോലെ 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ. എനിക്ക് ഈ ഓണത്തിന് 90 FM പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റേഡിയോ സ്റ്റേഷനിൽ വന്ന് ഒരു RJക്കൊപ്പം ലൈവായിട്ടിരുന്ന് സംസാരിക്കുന്നത്. അപ്പൊ RJ രേഷ്മ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുകയാണ്. സംസാരവും ചോദ്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു. അപ്പോൾ ഇതോടുകൂടി ഈ ഓണം സ്പെഷ്യൽ ടോക്ക് ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ഓണം സ്പെഷ്യൽ ടോക്ക് ടൈമിൽ ചേർന്നത് 24 ന്യൂസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററും ന്യൂസ് ആങ്കറുമായ അനുജ രാജേഷ് ആയിരുന്നു. ഓണത്തിന്റെ ഓർമ്മകളും പത്രപ്രവർത്തന ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനായി സാധിച്ചു. ഓണം സ്പെഷ്യൽ ടോക്ക് ടൈമിൽ ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന റേഡിയോ 90 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളോടും ഒരുപാട് സ്നേഹം. മറ്റൊരു ടോക്ക് ടൈമിൽ മറ്റൊരു അതിഥിയുമായി വീണ്ടും തിരികെ എത്താം. ആൻഡ് ദിസ് ഇസ് മീ RJ രേഷ്മ സൈനിങ് ഓഫ്. Talk Time.